ഹായ് ഗൈസ്, സഞ്ജു ടെക്കാണ് ടോപ്പിക്. ആൻഡ് ഈ ഒരു വീഡിയോക്ക് ചിലപ്പോൾ ഒരു ലെങ്ത് ഉണ്ടായിരിക്കും, കാര്യം മറ്റൊന്നുമല്ല. ഇതൊരു റിയാക്ഷൻ വീഡിയോ. ആ റിയാക്ഷൻ വീഡിയോയ്ക്ക് വന്നേക്കുന്ന മറ്റൊരു റിയാക്ഷൻ വീഡിയോ. ആ മറ്റൊരു റിയാക്ഷന് വന്നേക്കുന്ന തൊട്ടടുത്ത റിയാക്ഷൻ വീഡിയോയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ. അതുകൊണ്ടാന്ന് പറഞ്ഞത് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും എന്നുള്ളത്. ആൻഡ് സഞ്ജു ടെക്കിനെ ആണെങ്കിൽ നമ്മൾ മുമ്പ് വിമർശിക്കേണ്ടുന്ന സമയങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടു ബി ഹോണസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ പറയുന്ന പോലെ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് അത്ര ആധികാരികമായിട്ടുള്ള അറിവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് പരിമിതമായിട്ടുള്ള നമ്മുടെ അറിവിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വിഷയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിനോയ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ആ ഒരു ഷെയറിനും അതേപോലെ തന്നെ സഞ്ജു ടെക്കും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഭയങ്കര അടിയും വഴക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജു ടെക്കി തൻ്റെ സ്വന്തം ചാനലിലൂടെ ആണെങ്കിൽ കുറേ നാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ട്, അപ്പോൾ പുള്ളി ഇപ്പം ട്രേഡിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ആണെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒരു സെക്കൻഡറി ചാനലുണ്ട്, ആ ഒരു ചാനലിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സഞ്ജു ടെക്കി ട്രേഡ്സ് എന്ന് ആക്കിയിട്ടുണ്ട് പുള്ളി. അപ്പം അതിനകത്തൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേഷനിൽ ഒന്ന് സൈഡായിട്ട് വലിഞ്ഞിട്ടാണെങ്കിൽ പുള്ളി എങ്ങനെയാണ് ഈ ഒരു ട്രേഡിങ്ങിലോട്ട് മാറിയെന്നുള്ള കാര്യം പറയുന്നത്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഒരു മാസം മുമ്പ് എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ കുറെ EMIs ഉണ്ട്, കാർ ലോൺസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ലോൺ ഉണ്ട്, പിന്നെ വീട്ടിൽ പൈസ കൊടുക്കണം, യൂട്യൂബിന്റെ വ്യൂസ് ആണെങ്കിൽ ഫുൾ ഇപ്പൊ ഡൗൺ അടിച്ചോണ്ടിരിക്കും. അപ്പൊ അതിനകത്തൊന്നും റവന്യൂ കുറവാണ്. അപ്പൊ എങ്ങനെ ഞാൻ എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഓർത്തിട്ട് പ്രാന്ത് പിടിച്ചിട്ട് ടെൻഷൻ അടിച്ച് ഞാനാണെങ്കിൽ വേറെ ലോൺസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഗൈസ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ ട്രേഡിങ്ങിലോട്ട് കിടക്കുന്നത്. ഇപ്പൊ പക്ഷെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ട്രേഡിംഗിന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് മെന്റലി ആവും, ഫിനാൻഷ്യലി ആവും, അതുപോലെ തന്നെ ഇമോഷണലി ആവും. അപ്പൊ ഇതിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ ഞാൻ ലംബോർഗിനി വന്നിട്ട് ഇറങ്ങി വെച്ചു, അളിയ ട്രേഡ് എന്നെ സെറ്റ് ആക്കിയിട്ടാ വിഷയമാണ് ട്രേഡിങ്, നാളെ തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. സോ ഇങ്ങനെയാണ് സഞ്ജു ടെക്കി ആ ഒരു ട്രേഡിങ്ങിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പം ഇതിന് ശേഷമാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ ആണെങ്കിൽ തനിക്ക് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷമാണെങ്കിൽ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിനോയ് ബാബു എന്ന് പറയുന്ന ചേട്ടനാണെങ്കിൽ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോ എന്റർപ്രണർ ആണ്, അതേപോലെ ബിറ്റ് കോയിൻ ട്രേഡർ ആൻഡ് ഇൻവെസ്റ്റർ ആണ്, 5 വർഷത്തിലധികം പുള്ളിക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇവിടെ സംസാരിക്കുന്നുണ്ട്. സഞ്ജു ടെക്കി ഫസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട്, അപ്പോൾ അതിനൊരു റിയാക്ഷൻ കൊടുക്കുന്നതാണ്. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. Now it's time to start trading. ആണെങ്കിൽ ആൾക്കാരുടെ ജോബ് മൊത്തം കളഞ്ഞിട്ടിരിക്കുക. ഏക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം അത് ഹ്യൂമന്റെ ഇമോഷൻസ് കൊണ്ടാണ് നടക്കുന്നത്. ശരിയാ, കാരണം ഒരുപാട് പേരുടെ ജോലികളൊക്കെ ഭാവിയിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് എക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിംഗ് ഒക്കെ. കാരണം അവിടെ ഹ്യൂമൻസിന്റെ ഇമോഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതുവരെ വളരെ ശരിയാണ് ബ്രോ പറഞ്ഞത്. ട്രേഡിംഗ് ആണല്ലേ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ട്രേഡിംഗ് അല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആൻഡ് ട്രേഡിംഗ് ആണ് ഫ്യൂച്ചർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സഞ്ജു ബ്രോ പറയുന്ന കുറച്ച് കണക്കുകളുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കണക്കെടുത്തുകൊണ്ട് അവരെല്ലാം ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് സഞ്ജു ബ്രോ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ട്രേഡിംഗ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. SMTT എന്നാണ് ഈ ഒരു ടൂളിന്റെ പേര്. SMTT, SMC plus ICT രണ്ടും ചേർന്നാൽ SMTT. ഇതൊരു കംപ്ലീറ്റ് ട്രേഡിംഗ് സിസ്റ്റം ആണ്. ഇത് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നല്ല, ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ എവിടെ ബൈ ചെയ്യണം, എവിടെ സെല് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് മൂവ്മെന്റിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു സിഗ്നൽ കാണിച്ചു തരുന്നത്. അല്ലാതെ വരാൻ പോകുന്ന പ്രൈസ് മൂവ്മെന്റ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള സിഗ്നൽസ് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇല്ല. ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഒക്കെ എപ്പോൾ വാഷ് ഔട്ട് ആയി ചോദിച്ചാൽ മതി. ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് റിസ്ക്. പക്ഷേ SMTTയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പ്യുവർ ആയിട്ട് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. പ്യുവർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ഫോളോ ചെയ്യുന്നു. സോ റിസ്ക് ഇല്ല എന്നാണോ ബ്രോ പറഞ്ഞു വരുന്നത്? വാട്ട് മാൻ, ഇതിന്റെ കമന്റ്സിലൊക്കെ ആൾക്കാർ എന്താണോ പറയുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കാം. സോ ഇതാണ് ആ ഒരു ചേട്ടൻ തൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, എസ് അഭിജിത്ത് ആ പുള്ളിയൊക്കെ ആണെങ്കിൽ കമന്റ് ഇട്ടുണ്ട്. അതായത് പക്ഷേ മനീഷ് അണ്ണൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും, ഇവന് ഭൂമിയിലോട്ട് ഇറങ്ങാൻ ടൈമില്ലല്ലോ, ഓൺ പോയിന്റ്, എന്നാൽ പിന്നെ എല്ലാവർക്കും ഇത് ചെയ്താൽ പോരെ, ഇവനോടൊക്കെ എന്താ പറയുക, കക്കാൻ പോയാൽ ഇതിലും അന്തസ്സുണ്ടാകും, പൈസയും കൊടുത്ത് കണ്ടന്റും കൊടുത്താൽ എന്ത് വിഡിത്തരവും പറയും ഇവനൊക്കെ, എന്നിട്ട് ടെക്കി എന്ന് വിളിയും. അങ്ങനെയുള്ള കമൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും സഞ്ജു ടെക്കി ആണെങ്കിൽ മറ്റൊരു റീൽസ് കൂടെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഒറ്റ ദിവസം കൊണ്ട് 8,000 രൂപ സംതിങ് എന്തോ പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണെങ്കിൽ ഈ ഒരു ബിനോയ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇന്നത്തെ ട്രേഡിംഗ് പ്രോഫിറ്റ് കണ്ടിരിക്കാൻ നിങ്ങൾ എന്തായാലും ഞെട്ടും. കാരണം ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്.
ഈ വീഡിയോ കാണുന്നവർ എവിടെയെങ്കിലും ഒന്ന് മുറുകെ പിടിച്ചിരുന്നോ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടി വിടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗികളും ഗർഭിണികളും ഒന്നും തന്നെ ഈ വീഡിയോ തുടർന്ന് അങ്ങോട്ട് കാണരുത്, ചില പ്രശ്നവും. ബാക്കിയാണ് ഫോണിലാണ് ട്രേഡ് എടുത്തത്, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. വളരെ നല്ല കാര്യം. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല കാര്യം. സ്റ്റോപ്പ് ലോസ് ഇല്ലാതൊന്നും ആരും ട്രേഡ് ചെയ്യരുത്. പ്രോഫിറ്റ് എത്ര നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ 7423. അങ്ങനെ വരട്ടെ. ഈ ടൂളിനെ പറ്റിയിട്ട് ഇതിന് മുൻപും സഞ്ജു ടെക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. Now it's time to start trading. സഞ്ജു ടെക് പറഞ്ഞിട്ടുള്ള സകല തള്ളുകളും പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിന്റെ പ്രൊമോഷനായിട്ട് വന്നിരിക്കുകയാണ്. വെറുതെ വിടാൻ പറ്റുമോ? ഈ ഒറ്റ ടൂൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് എടുക്കണം. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാജിക്കൽ ടൂളോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതായത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് മൂവ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബൈ ഓർ സെൽ സിഗ്നൽസ് കാണിച്ചിരുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരിക്കലും സഞ്ജു ടെക് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് അവിടെ എൻട്രി എടുക്കണം, കറക്റ്റ് ആയിട്ട് അവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിക്കേറ്ററും ഈ ഇൻഡിക്കേറ്റർ എന്നല്ല ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഇൻഡിക്കേറ്ററിന് പുറകെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണം. ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ട്രേഡിന്റെ ബേസിക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ടൂൾ വെച്ചിട്ടാണ് ഞാൻ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സത്യം പറയാലോ, നിങ്ങൾക്ക് 3-5 വർഷം കളയേണ്ട ഒരു ആവശ്യമില്ല. എങ്ങോട്ടാണ് ഈ പറഞ്ഞ് കാട് കയറി പോകുന്നത്? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടനാ? നിന്നെപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളൊരു ചിന്ത ആളുകളിലേക്ക് കുത്തിവെക്കുന്നത്. സത്യം പറയാലോ, നിങ്ങൾക്ക് 3-5 വർഷം കളയേണ്ട ഒരു ആവശ്യമില്ല. ബേസിക് പഠിക്കുക, പിന്നെ ഈ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ്. അല്ലാണ്ട് ഈ പ്രൈസ് ആക്ഷൻ അതുള്ള കുറെ സാധനം പഠിക്കുന്ന കാര്യമില്ല. എടാ നീ പൊട്ടനാണോ? പൊട്ടന്റെ ലോക പൊട്ടനാണ്. ഈ SMC ICT കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് ആ രീതിയിൽ എടുത്തേനെ. പക്ഷേ പ്രൈസ് ആക്ഷൻ ഒന്നും വേണ്ട എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ട്രേഡിംഗിന്റെ ABCD പോലും നിനക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ നീ തന്നെ വ്യക്തമാക്കി തരാണ്. കാരണം എന്റെ ഒരു മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നീ നിന്റെ ഒരു മാസത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയാണ് നീ നിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എനിക്ക് ഒരു മാസം കൊണ്ട് അത്യാവശ്യം പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ സമ്പാദിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റുമല്ലേ. ഒരു പാട്ട ഇൻഡിക്കേറ്ററിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് കള്ളമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിന്റെ ഈ നുണകളെല്ലാം കേട്ടുകൊണ്ട് നിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ ഇൻഡിക്കേറ്റർ വാങ്ങുകയാണെങ്കിൽ മിനിമം ഒരു 15,000 രൂപയ്ക്ക് മേലെ അവർക്ക് ലോസ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എങ്ങനെയാണ് ഈ 15,000 കണക്കുന്നല്ലേ? ഈ ഇൻഡിക്കേറ്ററിന്റെ വില തന്നെ 15,000 രൂപയാണ്. ആ ഇൻഡിക്കേറ്റർ വാങ്ങിയ കാശും പോകും, അത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന കാശും പോകും. സോ ഒരു 15,000 രൂപയ്ക്ക് മേലെ എന്തായാലും ഈ ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരും. എന്നെ പോലുള്ള കുറച്ച് ആളുകൾ ട്രേഡിംഗിന്റെ റിയാലിറ്റി എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവനെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ട്രേഡിങ്ങിനെ വേറൊരു രീതിയിലാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആളുകൾ ട്രേഡിംഗ് സ്കാം ആണെന്ന് പറയുമ്പോൾ അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ കാണുന്നത് ഇതുപോലുള്ള കുറെ ഉഡായിപ്പ് പ്രൊമോഷൻസ് ആണ്. 5 വർഷത്തിലധികം ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വന്ന് സംസാരിച്ചത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പുള്ളി ഒരു കാര്യം പിൻ ചെയ്തുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സഞ്ജു ടെക്കി എന്ന വ്യക്തിയോട് യാതൊരു തരത്തിലുള്ള വിരോധവും എനിക്കില്ല. ട്രേഡിംഗ് എൻ്റെ മേഖല ആയതുകൊണ്ടും അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും സഞ്ജു ചെയ്യുന്ന പോലെയുള്ള പ്രൊമോഷൻസിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. ട്രേഡിംഗ് പോലുള്ള ഹൈ റിസ്ക് ഉള്ള ഒരു കാര്യത്തെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സഞ്ജു ചെയ്യുന്ന വീഡിയോയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പറ്റിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷൻസ് സഞ്ജുവിനെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷൻ ആണെങ്കിലും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾക്കാരെല്ലാം വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നത് പ്രകാരം സഞ്ജു ബ്രോ ശുദ്ധ വിഡിതമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോളോവേഴ്സിനെ എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കൂടെ വന്നതിന് ശേഷം സഞ്ജു ടെക്കി മറ്റൊരു വീഡിയോ ആണെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ എന്നെ വെച്ച് വ്യൂസ് ഉണ്ടാക്കി കോഴ്സ് ജീവിക്കുന്ന ഒരു മലവാണത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടില്ലേ, സ്കൈ ന്യൂസ് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഒരു 8,000 രൂപ മുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊരു വീഡിയോ ഇട്ടായിരുന്നത്. അപ്പൊ ദേ ഈ മലയാളം നമ്മളിട്ട് ചൊറിഞ്ഞിരിക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ആ പുള്ളിയാണെങ്കിൽ വളരെ മാന്യമായിട്ടാണ് സഞ്ജു ബ്രോനെ പറ്റി സംസാരിച്ചുള്ളത്. പുള്ളി ഇവിടെ ഇങ്ങനെ കുറെ തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത്. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്. ആൻഡ് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് സഞ്ജു ബ്രോ പറയുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ നമുക്ക് കിട്ടൂല. കുറച്ച് നാളുകൾക്ക് മുന്നേ റീൽസ് ബോണസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നത് കഴിഞ്ഞിട്ട്. എനിക്കും ഉണ്ടായിരുന്ന ആ ഒരു റീൽസ് ബോണസ് പരിപാടി കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പ്രൊമോഷൻ വഴി മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. സോ ഇങ്ങനൊരു വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു പറയുന്ന കാര്യത്തിൽ എന്തർത്ഥമാണുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലേ. പുള്ളിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ടെക്കി റിലേറ്റഡ് ആയിട്ട് ഇട്ടതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അക്കൗണ്ടിലുണ്ട്. അപ്പം സഞ്ജു ബ്രോനെ തന്നെ വെച്ചിട്ട് ഈ പറഞ്ഞ വ്യൂസ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആൻഡ് പുള്ളി തന്നെ ആ ഒരു കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സഞ്ജു ബ്രോന്റെ അടുത്താണെങ്കിൽ ഈ പേഴ്സണലി ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളിയുടേതായിട്ടുള്ള ഒരു കർത്തവ്യം ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പുള്ളി അവിടെ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ വെച്ചിട്ട് ഇനി പുള്ളി റിയാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതോട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. യൂട്യൂബിനെ ഒട്ടും ട്രിഗർ ആക്കിയിട്ടില്ല എന്ന് മനസ്സിലായി. അവന്റെ പ്രൊഫൈൽ മൊത്തം പറഞ്ഞിട്ട് ഒരു 3 കൊല്ലം മുമ്പുള്ള വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ കൊണ്ടിട്ട് കരഞ്ഞു മെഴുകുന്നുണ്ട്. ഈ വീഡിയോ മുഴുവൻ ഇവന്റെ അലർച്ചയും എന്നെ തെറിവിലൊക്കെയാണ്. സോ നമുക്ക് പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. വ്യൂസ് ഒന്നും കിട്ടത്തില്ലല്ലോ, എന്നെ പിടിച്ചാലേ വ്യൂസ് കിട്ടത്തുള്ളൂ.
ബാക്കി കാണാം. എടാ പ്രൊമോഷൻ എനിക്ക് കിട്ടിയ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താണ്. അതെ പ്രൊമോഷനേ അല്ല. ഇൻസ്റ്റാഗ്രാം ബയോയിലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പോയിട്ട് ഇത് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രൊമോഷൻ അല്ല കേട്ടോ, പ്രൊമോഷനേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വട്ടം ഈ ടൂൾ നീ യൂസ് ചെയ്യും, എന്നിട്ട് നീ കൊണ്ടേ കഴിക്കാത്ത ഫുഡിനെ കുറിച്ച് ടേസ്റ്റ് പറയില്ല. ആ അവസ്ഥ പറയുന്നത് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ആരും എലിവിഷം ഒന്നും വാങ്ങി കഴിക്കില്ല ബ്രോ. ബോധമുള്ള ആരും കഴിക്കില്ല. ഇനി എന്ത് കോമാളിത്തരവും കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നവന്മാർ ചിലപ്പോൾ വാങ്ങി കഴിച്ചിരിക്കും. പക്ഷേ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഇലൂഷൻ നിന്നെ പോലത്തെ ആൾക്കാർക്ക് കോഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം. ഷാരിഖ് ഷംസുദ്ദീൻ മുതൽ ജെസ്സി ലിവർമോർ വരെയുള്ള ട്രേഡേഴ്സ് പ്രൈസ് ആക്ഷന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഇവിടെ ഒരു പൊട്ടം വന്നിരുന്നിട്ട് അത് ഇല്യൂഷൻ ആണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ പാട്ട ഇൻഡിക്കേറ്റർ വെക്കാൻ ശ്രമിക്കുകയാണ്. മിസ്റ്റർ സഞ്ജു ടെക്കി പൊട്ടത്തരം കോൺഫിഡൻസോട് കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടത്തരം അല്ലാതാവില്ല. എന്തൊക്കെയോ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്ത് എഴുതി കാണിക്കുന്നുണ്ട്. എന്താ നോക്കട്ടെ. ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് ഈ കാണിച്ചെന്ന് പറയുന്ന ഒരു സാധനമില്ലേ, ഇതിനെ പറ്റിയിട്ട് സഞ്ജു ബ്രോ പറയുന്ന ആ ഒരു പോസ്റ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങോട്ട് വെക്കാം. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇലൂഷൻ ആണ്. നിന്നെ പോലത്തെ ആൾക്കാർക്ക് കോഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം ആണ്. പിന്നെ ഈ പ്രൈസ് ആക്ഷനകത്ത് എന്ത് നടക്കുന്നത്, നേരത്തെ ഉള്ള ഒരു ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ടൂളിനകത്ത് നടക്കണം. നേരത്തെ കാര്യം വെച്ചിട്ട് നമ്മുടെ ടൂൾ സിമ്പിൾ ആയിട്ട് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് വെച്ചിട്ട് ഒരു നല്ലൊരു കിട്ടുന്ന എൻട്രി നമുക്ക് കണ്ടുപിടിച്ച് തരും. ഈ പ്രൈസ് ആക്ഷനകത്ത് നീ ഒരു 150 കാര്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ആൾക്കാർക്ക് 150 കാര്യം ഒറ്റയടിക്ക് ചിലപ്പോൾ ഓർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടൂൾ മൾട്ടി ടൈം അനാലിസിസ് വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ സഞ്ജു ബ്രോ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ ആണെങ്കിൽ ഈ കോഴ്സുകളൊക്കെ വിൽക്കാൻ, അല്ലെങ്കിൽ ഈ കോഴ്സ് കുട്ടികളെ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരോട് ഇഞ്ചെക്ട് ചെയ്യുന്ന. അതിന്റെ ആവശ്യമേ ഇല്ല, ഇങ്ങനെ ഒരു ടൂളിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സഞ്ജു ടെക്കി ഇവിടെ വാദിക്കുന്നത്. ഓക്കെ, ഇനി പുള്ളി പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം. To anticipate the future. Past performance is no guarantee the future results. അവിടെയാണ് നിനക്കറിയാത്ത പല പ്രൈസ് ആക്ഷൻ കോൺസെപ്റ്റുകളുടെയും ഇമ്പോർട്ടൻസ് വരുന്നത്. മാർക്കറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൈൻഡ്ലി പാസ്റ്റ് പ്രൈസ് ആക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സിഗ്നൽസ് കാണിച്ചു തരുന്ന നിന്റെ പാട്ട ഇൻഡിക്കേറ്ററിന് അത് കൂട്ടിയേ കൂടില്ല. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് വെച്ചിട്ട് ഒരു നല്ലൊരു കിട്ടുന്ന എൻട്രി നമുക്ക് കണ്ടുപിടിച്ച് തരും. ഇൻഡിക്കേറ്റേഴ്സും വെച്ചുകൊണ്ട് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്. നമ്മുടെ ടൂൾ മൾട്ടി ടൈം അനാലിസിസ് വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു. അതെ, ആൾക്കാരുടെ പൈസയും ഇതിങ്ങനെ പോകും. നിനക്ക് 5 വർഷം ഈ ടൂൾ ഉണ്ടാക്കിയ മെന്ററിന് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാനാണ് പുള്ളി ടൂൾ ഉണ്ടാക്കിയതാണ് വിചാരം. എങ്കിലും 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ചേട്ടനും നിനക്കും അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ ചേട്ടന്റെ വെബ്സൈറ്റ് പരിശോധിച്ചതിൽ നിന്നും അദ്ദേഹം ഒരു സെബി രജിസ്റ്റേർഡ് ആരെ അല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു മാസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്കും എന്തായാലും സെബി രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല, പിന്നെ സെബി രജിസ്ട്രേഷൻ. അതോടെ കേട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലിയർലി സെബി റൂൾസിന്റെ വയലേഷൻ ആണ്. സെക്ഷൻ 15B ഓഫ് സെബി ആക്ട് ജനറൽ റൂൾസിന്റെ എല്ലാ വയലേഷനും ഇവിടെയുണ്ട്. സെക്ഷൻ 15HA ഓഫ് സെബി ആക്ട് മിസ്ലീഡിംഗ് ഓർ പ്രോമിസിംഗ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ്, അതായത് ഈ PNL കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ആ പരിപാടി. സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സെബി അവരുടെ റൂൾസ് എല്ലാം തന്നെ വളരെയധികം സ്ട്രിക്റ്റ് ആക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് സഞ്ജു ടെക്കി ഒരു പാട്ട ഇൻഡിക്കേറ്റർ കൊണ്ടുവച്ച് ഒരുപാട് കള്ളങ്ങളും പറഞ്ഞ് അത് വിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും സെബി റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട്. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് MVD പിടിച്ച് ഊക്കി വിട്ടതിന്റെ ക്ഷീണം മാറി വരുന്നല്ലോ. ഇനി സെബിയുടെ ഒക്കെ കൂടെ താങ്ങോ? എന്തിനാ ബ്രോ വെറുതെ സ്വയം കോമളിയാവുന്നത്? പുള്ളി ഇപ്പം ഈ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ സഞ്ജു ബ്രോന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ വന്നതിന്റെ പേരാണ് പുള്ളി ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുള്ളി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന പ്രകാരം പുള്ളി ഒരു കമന്റ് കൂടെ ആണെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെബിയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. അതിന് മുന്നേ സഞ്ജു ബ്രോ തന്നെ ആണെങ്കിൽ ഒരു ഇട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ട്, അത് പുള്ളി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഡയലോഗ് ഒന്നുമില്ല, പ്രോഫിറ്റ് വിൽ സ്പീക്ക് മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു കമന്റ് ഇട്ട് അത് പുള്ളി തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കമന്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് ആൾക്കാർ നല്ല പച്ചത്തെറി കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. എന്തിനാണെങ്കിൽ ഈ കമന്റ് ബോക്സിലാണെങ്കിൽ പുള്ളിയുടെ, അതായത് ബിനോയ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇട്ടേക്കുന്ന ഒരു കമന്റ് കൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. സെബി രജിസ്ട്രേഷൻ ഇല്ലാതെ ബൈ ഓർ സെൽ സിഗ്നൽസ് നൽകുന്ന ഇൻഡിക്കേറ്റേഴ്സ് വിൽക്കുന്നത് സെബി റൂൾസിന്റെ വയലേഷൻസ് ആണ്. സെബി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് റെഗുലേഷൻസ് 2013 പ്രകാരം ടൂൾസ്, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിഗ്നൽസ് വഴി ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് നൽകുന്നതിനും പ്രോപ്പർ രജിസ്ട്രേഷൻ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു 12 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു പുള്ളി എന്ന് പറഞ്ഞേക്കുന്ന അദ്ദേഹത്തിനാണെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ആൾസോ പ്രോഫിറ്റ് കാണിച്ച് നിങ്ങൾക്കും ഇതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്നതും സെബി റൂൾസ് വയലേഷൻസ് തന്നെ. അങ്ങനെയെങ്കിൽ സഞ്ജു ടെക്കി ഇവിടെ ചെയ്തേക്കുന്ന കാര്യം ആ ഒരു റൂൾസിൻ്റെ വയലേഷനാണ്. കാര്യം പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം പുള്ളി ഇവിടെ സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു റൂളിൻ്റെ വയലേഷനാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ സെക്ഷൻ 15HB രജിസ്ട്രേഷൻ ഇല്ലാതെയുള്ള അഡ്വൈസറി ആക്ടിവിറ്റീസ് പോലുള്ള ജനറൽ വയലേഷൻസിന് സെക്ഷൻ 15HA ഫ്രോഡ്ലൻഡ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് പ്രൊമോഷൻസിന്, ഫോർ എക്സാമ്പിൾ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെബി രജിസ്ട്രേഷൻ ഇല്ലാതെ പെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സുമായി ബൈ ഓർ സെൽ സിഗ്നൽസ് നടത്തുന്നതും ലീഗൽ ആക്ഷനും ഹെവി ഫൈൻസിനും കാരണമാകും. ഇത് ഏകദേശം മിനിമം 1 ലക്ഷം തൊട്ട് 1 കോടി വരെയാണെങ്കിൽ ഫൈൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു വയലേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്തിലെ നമുക്ക് 15HA എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ടു ഡിറ്റർ ആൻഡ് പണിഷ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് in the securities market. ഇതിന്റെ സ്കോപ്പ് covers a wide range of fraudulent and unfair practices including insider trading, market manipulation and misrepresentation.
അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജു ടെക്ക് ഇവിടെ ചെയ്തേക്കുന്നത് മിസ് റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ബിനു എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പെനാൽറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പെനാൽറ്റി ഈ സബ്സ്റ്റാൻഷ്യൽ റാങ്കിങ് ഫ്രം എ മിനിമം ഓഫ് 5 ലക്ഷം ടു മാക്സിമം ഓഫ് 25 crore ഓർ 3 times ദ പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം ദ ഇല്ലീഗൽ പ്രാക്ടീസ് വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ഫൈൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ വരുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഈ പറയുന്ന പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കാണുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി കാര്യങ്ങൾ കാണുമല്ലോ. ഇപ്പോൾ ഓൺലൈൻ നല്ല ഓഫ്ലൈൻ ആണെങ്കിൽ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനം വരുമ്പോഴത്തേക്കിന് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കേട്ടിട്ടും നിങ്ങളത് പോയി ചാടാണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ പോയി ചാടരുത്. കാരണം ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്നോ മേ ബി നമ്മളിതൊക്കെ നോക്കിയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇതിൻ്റെ ലീഗൽ സൈഡോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാര്യത്തിൽ നോക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കയ്യിൽ നിന്ന് പൈസ ചിക്കിളി ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് മിനിമം ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് എന്ത് പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന സാധനത്തിലാണെങ്കിൽ കൂടി. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.